ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദിസ് ഈസ് ബേസിക്കലി നിങ്ങൾക്ക് ഞാൻ ഈ ടോപ്പിക്ക് എൻ്റെ പേര് പറയുമ്പോൾ തന്നെ മനസ്സിലാകുക ആർക്ക് വേണ്ടി ഉള്ളതാണെന്ന്. സോ ഈ ഒരു ടോപ്പിക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു ലേൺ ടു സ്കോർ ഗുഡ് മാർക്സ് ഇൻ KTU എക്സാമിനേഷൻ. സോ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ KTU സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ബിക്കോസ് ഐ ആം ഓൾസോ പ്രൊഡക്റ്റ് ഓഫ് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സോ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ദ എക്സാം പാറ്റേൺ ആൻഡ് മൊഡ്യൂൾസ് ആർ ഡിവൈഡഡ്. രണ്ടാമത്തെന്ന് പറയുന്നത് വൈ ടു സ്റ്റഡി ഫോർ CDS എക്സാമിനേഷൻ ആൻഡ് വൈ ടു റൈറ്റ് ട്യൂട്ടോറിയൽസ് ആൻഡ് അസൈൻമെന്റ്സ്. ദെൻ തേർഡ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു അറ്റൻഡ് ദി യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻസ്. ആൻഡ് ഫോർത്തായിട്ട് ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഹൗ ടു ലേൺ ആൻഡ് വൈ ടു ലേൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. സോ ഈ വീഡിയോയിൽ ഞാൻ മാക്സിമം 2019-കാർക്കും 2024-കാർക്കും ഉപകരിക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം കറന്റ് ഈ രണ്ട് സ്കീമാണ് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അഥവാ APJ KTUവിൽ ഉള്ളത്. അപ്പം ഞാൻ ബേസിക്കലി ഈ രണ്ട് സ്കീംസിനെ കുറിച്ച് ഞാൻ പറയാം. ഞാനൊരു 2019 സ്കീമിലുള്ള ഒരാളാണ്, പാസ് ഔട്ടാണ്. സോ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് 2019 സ്കീമിലുള്ള കാര്യങ്ങളാണ് അറിയുന്നത്. ബട്ട് എക്സാം പാറ്റേൺ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഏകദേശം സെയിം തന്നെയായിരിക്കും 2024 ഉണ്ടാവുക. 2019-ഉം 2024 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സബ്ജക്ട്സ് കോഴ്സസും അതുപോലെ തന്നെ എക്സാം പാറ്റേൺസും ആണ്. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ 2019-ഉം 2024-നും ഉപകരിക്കാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്കൊന്ന് തുടങ്ങിയാലോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഹൗ ദ എക്സാം പാറ്റേൺ ആൻഡ് മൊഡ്യൂൾസ് ആർ ഡിവൈഡഡ് എന്നതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇവിടെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ 2019 സ്കീമിൽ എക്സാമിനേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു BTech അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് 8 സെമസ്റ്റേഴ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങളൊരു ന്യൂ കമറാണ്, ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, KTUവിൻ്റെ അണ്ടറിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം S8 വരെയുള്ളത് 4 വർഷമായിരിക്കും നിങ്ങൾക്ക് BTech ഉള്ളത്. സോ അതിൽ 8 സെമസ്റ്റേഴ്സ് ആണുള്ളത്. ഒരു ഇയറിൽ 2 സെമസ്റ്റേഴ്സ് വെച്ചുണ്ടാവുക. സോ സെമസ്റ്റർ എൻഡിങ്ങിൽ നിങ്ങൾക്ക് ഒരു എക്സാമിനേഷൻ ഉണ്ടാകും. അതാണ് യൂണിവേഴ്സിറ്റി എക്സാം. സോ അത് യൂണിവേഴ്സിറ്റിയാണ് നടത്തുന്നത്, നമ്മുടെ കോളേജല്ല, യൂണിവേഴ്സിറ്റി ആയിരിക്കും നടത്തുന്നുണ്ടാവുക. ആൻഡ് ഓക്കെ, അപ്പം ഈ ഒരു എക്സാമിനേഷന് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ഈ എക്സാം എഴുതിയും വേണം. നിങ്ങൾക്ക് ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവും. ആ മാർക്ക് നിങ്ങൾ വാങ്ങിച്ചേ തീരുള്ളൂ, എന്നാൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ ഉള്ളത്. റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ലാബ് എക്സാമിനേഷൻസും ഉണ്ട്. ലാസ്റ്റ് ഇയർ ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻസും പ്രോജക്റ്റ്, വൈവ, സെമിനാർ മുതലായ കലാപരിപാടികളും ഉണ്ടാവുന്നതാണ്. ഓക്കെ, അത് ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, അപ്പം ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് തിങ് ഇസ് എക്സാം പാറ്റേൺ. സോ 2019 സ്കീമിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ വരുന്നത് 100 മാർക്സിനാണ്. നിങ്ങൾക്ക് 5 മൊഡ്യൂൾസ് ആയിരിക്കും എക്സാമിനേഷൻ ഓരോ കോഴ്സിനും ഉണ്ടാവുക. ഈ കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ +2 വരെ സബ്ജക്ട്സ് എന്ന് പറയുന്നത് പോലെ ഒരു ബ്രാഞ്ചിൽ ഒരു സെമസ്റ്ററിൽ പഠിക്കുന്ന സബ്ജക്ട്സിനെയാണ് നമ്മൾ കോഴ്സസ് എന്ന് പറയുന്നത്. ഒരു കോഴ്സായിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അപ്പം ഒരു കോഴ്സിൽ 5 മൊഡ്യൂൾസ് ആണ് ഉണ്ടാവുക 2019 സ്കീം പ്രകാരം. അതേസമയം 2024 സ്കീമാണെങ്കിൽ നിങ്ങൾക്ക് 60 മാർക്സിനാണ് എക്സാമിനേഷൻ ഉള്ളത്. അതുപോലെ തന്നെ അതിനകത്ത് 4 മൊഡ്യൂൾസ് ആണ് ഒരു കോഴ്സിൽ ഉണ്ടാവുക. അപ്പം ഇതാണ് ബേസിക്കലി 2019-ലും 2024-ന്റെയും ഫസ്റ്റ് എക്സാം പാറ്റേണിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് ടൈമിലും ഡിഫറൻസ് ഉണ്ട്. ഇപ്പം 100 മാർക്സിന്റെ എക്സാമിനേഷന്റെ ടൈം കൂടുതലായിരിക്കും, അതേസമയം 16 ആണെങ്കിൽ കുറവായിരിക്കും ടൈം. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ മൊഡ്യൂൾസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നത് ഞാൻ പറയാം. ഇപ്പം ഞാനിവിടെ സ്ക്രീനിൽ ഞാൻ ഒരു സിലബസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ സിലബസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സിലബസ് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒരു മൊഡ്യൂളിനെ 2 പാർട്ടായിട്ട്, മാക്സിമം സിലബസിലൊക്കെ ഇങ്ങനെ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാണാം. ഒരു മൊഡ്യൂളിനെ തന്നെ 2 സെക്ഷനായിട്ട് കാണാം. അപ്പോൾ ഒരു എക്സാമിൽ പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും ഉണ്ട്. അപ്പോൾ പാർട്ട് എയിൽ 2019 സ്കീമിൽ എങ്ങനെയാണ്, 2024 സ്കീമിൻ്റെ വലിയ ധാരണക്കൊന്നും എനിക്കില്ല. കാരണം അത് പുതുതായിട്ട് വന്ന സ്കീം ആയതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ പാറ്റേൺ ഡിഫറെൻ്റ്
ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ 2019 സ്കീം ആകുമ്പോൾ കുറേ കാലമായിട്ട് അത് തന്നെയാണല്ലോ. അത് മാത്രമല്ല ഞാൻ ആ എക്സാമിനേഷൻ എഴുതിയ ഒരാളും കൂടെയാണ്. സോ എനിക്ക് ഒതൻറ്റിക്കലി പറയാൻ വേണ്ടി പറ്റും. സോ 2019 സ്കീമിൽ പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. അപ്പം പാർട്ട് എയിലെന്ന് പറയുന്നത് 10 ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി ഉണ്ടാവാറ്. അതിന് ഓരോ ക്വസ്റ്റ്യനും 3 മാർക്സ് ഈച്ച് ആയിരിക്കും ഉണ്ടാവും. അപ്പം 10 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കോഴ്സിൽ 5 മൊഡ്യൂൾസ് ആണുള്ളത്. 5 മൊഡ്യൂള് 10 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എങ്കിലും പ്രതീക്ഷിക്കാം. അപ്പം ഒരു മൊഡ്യൂളിനെ തന്നെ സാധാരണഗതിയിൽ ഇപ്പം ഞാൻ സ്ക്രീനിൽ കൊടുക്കാം സിലബസ്, ഒരു എക്സാമ്പിൾ സിലബസ് ആണിത്. ഇപ്പം കൂടുതലായിട്ടും ഒരു മൊഡ്യൂളിനെ നമുക്ക് 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തതായിട്ട് കാണാം. ചിലതിൽ അങ്ങനെ ഉണ്ടാവില്ല, പക്ഷെ മാക്സിമം ഒരു 2 സെക്ഷനായി ഡിവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പാർട്ട് എ തന്നെ ഞാൻ പറഞ്ഞില്ല 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തിലെ ആയിരിക്കും, ഈ ഫസ്റ്റത്തെ സെക്ഷൻ എന്നും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ സെക്ഷൻ എന്നും ആയിരിക്കും. അപ്പം നിങ്ങൾ അത് ഒന്നാമതായിട്ട് മനസ്സിലാക്കണം. പിന്നെ പാർട്ട് ബിയിൽ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഓർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒന്നെങ്കിൽ സെക്ഷൻ എയിലതായിരിക്കും 14 മാർക്സിനാണ് പാർട്ട് ബി. അതിൽ 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ ഓർ ഇട്ടിട്ടോ തരാം. അപ്പം ഒന്നാമത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ സെക്ഷൻ 1 രണ്ടാമത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ സെക്ഷൻ 2 ബേസ് സാധാരണഗതിയിൽ. അപ്പം ഇതാണ് എക്സാം പാറ്റേൺ ആൻഡ് മൊഡ്യൂൾസിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക, എങ്ങനെയാണ് എക്സാം പാറ്റേൺസ് ആൻഡ് മൊഡ്യൂൾസ് വരുന്നതെന്ന്. അപ്പം 2024 സ്കീം പഠിക്കുന്ന കുട്ടികൾക്കും 4 മൊഡ്യൂളാന്ന് പറയാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബിക്കോസ് സാധാരണഗതിയിൽ ഇങ്ങനെയാണ് എക്സാം പാറ്റേൺ വരുന്നത്. ചിലപ്പോൾ സ്ലൈറ്റ് ഡിഫറൻസസ് ഉണ്ടാവാം, എന്നാലും മാക്സിമം ഇവർ ഇങ്ങനെയൊക്കെ തന്നെ ഇടുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ പോർഷനിലേക്ക് പോകാം. വൈ ടു സ്റ്റഡി ഫോർ സീരീസ് എക്സാമിനേഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റൈറ്റിംഗ് ട്യൂട്ടോറിയൽസ് ആൻഡ് അസൈൻമെന്റ്സ് ആണ് ഞാൻ പറയുന്നത്. ഇത് വളരെ സീരിയസ് ആയ ഒരു ടോപ്പിക്കാണ്. വളരെ സീരിയസ് എന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ് ആയ ഒരു ടോപ്പിക്കാണ്. കാരണം അബദ്ധങ്ങളിൽ നിന്നാണ് മനുഷ്യന്മാർ ഓരോന്ന് പഠിക്കുന്നത്. ഞാൻ കുറെ അബദ്ധങ്ങൾ ചെയ്തതിൽ നിന്നാണ് ഞാനും കുറെ കാര്യം പഠിച്ചത്. അതുകൊണ്ടാണ് നിങ്ങളോട് തന്നിട്ട് ഞാനിപ്പോൾ ഇരുന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു സീരീസ് എക്സാമിനേഷൻ എഴുതണം എന്ന് നാട്ടുകാർ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ ലാസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന് നമുക്ക് ഇപ്പോൾ 2019 സ്കീമാർക്ക് അറിയാം കട്ട് ഓഫ് എന്ന് പറയുന്നത് 45 മാർക്കെങ്കിലും വാങ്ങിക്കണം പരീക്ഷയ്ക്ക്, യൂണിവേഴ്സിറ്റി എക്സാം, എന്നാൽ മാത്രമേ പാസ്സാവുള്ളൂ. ഈ 45 മാർക്ക് വാങ്ങിച്ചാലേ പാസ്സാവുള്ളൂ എന്ന് പറയുന്നത് സീരീസ് എക്സാം മര്യാദയ്ക്ക് എഴുതി സീരീസ് പാസ്സായി അസൈൻമെന്റും ട്യൂട്ടോറിയലൊക്കെ വെച്ച് ഒരു 35-37 മാർക്ക് നിങ്ങൾക്ക് ഇന്റേണൽ 50 കിട്ടുന്ന ആൾക്കാർക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന 45 ബാധകം. നിങ്ങൾക്ക് സീരീസ് എക്സാമുകളൊക്കെ എഴുതിയിട്ട് ഇന്റേണൽ മാർക്സ് 37 താഴെ ഒരു 27-28 ആണെങ്കിൽ 45 വാങ്ങിച്ചിട്ട് കാര്യമില്ല, അതിലും കൂടുതൽ വാങ്ങിക്കണം. ഒരു 50-56 വാങ്ങിച്ചാലേ നിങ്ങൾ പാസ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഈ സീരീസ് എക്സാമും അസൈൻമെന്റും ട്യൂട്ടോറിയലൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ സീരീസ് എക്സാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ പഠിച്ചത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട്ടിലാണ്. ഞങ്ങൾക്ക് 2 സീരീസ് എക്സാമിനേഷൻസ് ആയിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം സീരീസ് എക്സാമിനേഷനിൽ ഒന്നാമത്തെ എക്സാമിന് എല്ലാവരും ഇപ്പോഴും പഠിച്ച് എന്ന് വെച്ചാൽ ബിടെക് ആണ്, സത്യം പോലെ പറയണേ ബിടെക് ആണ്. എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയി നടക്കുന്ന ആൾക്കാരൊന്നുമില്ല, ഒബ്വിയസ്ലി ഉണ്ട്, പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്നൊന്നുമില്ല. അപ്പം സീരീസ് എക്സാമിന് പഠിക്കണം, എന്തായാലും പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പൊ പഠിക്കാണ്ട് പോവരുത്. നിങ്ങൾ പാസ്സായാൽ മതി. ഒരു പാസ് മാർക്കൊക്കെ ഒരു 20 മുകളിലൊക്കെ ആണെന്ന് തോന്നുന്നു പാസ് മാർക്ക്. എന്തായാലും നിങ്ങളൊരു 37 മാർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സീരീസ് എക്സാമിന് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇനി അഥവാ നിങ്ങളോട് ഒരു സീരീസ് എക്സാമിന് നിങ്ങൾ ഫെയിലായി എന്ന് വിചാരിക്കാം, നെക്സ്റ്റ് സീരീസ് എക്സാമിന് നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങിക്കണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഇനി അസൈൻമെന്റും ട്യൂട്ടോറിയലൊക്കെ കറക്റ്റ് സമയത്ത് വെക്കുന്നതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസൈൻമെന്റും ട്യൂട്ടോറിയലിന്റെ മാർക്കൊക്കെ ഇന്റേണൽ മാർക്സ് ആയിട്ട് എടുക്കും. അപ്പം നിങ്ങൾ വൃത്തിക്ക് അസൈൻമെന്റ് വെക്കുകയാണ്, ട്യൂട്ടോറിയലൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും. അസൈൻമെന്റ് വെക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വലിയ ഘോര പണികളൊന്നും തരാനൊന്നും പോകുന്നില്ല. നിങ്ങളോട് എന്തെങ്കിലും ഒരു ടാസ്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ടാസ്ക് എഴുതി വെക്കുക, കറക്റ്റ് ടൈമിന് എഴുതി വെക്കുക. അപ്പം നിങ്ങൾക്ക് ലാസ്റ്റത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ കഷ്ടപ്പെടണമെങ്കിൽ ഇപ്പോഴേ പറയാം, ഇതേ ഉള്ളു വഴി. അപ്പം അസൈൻമെന്റും ട്യൂട്ടോറിയലൊക്കെ വൃത്തിക്ക് വെക്കുക എന്നതാണ് അടുത്ത കാര്യം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ലീവാണ്. ഓക്കെ, ഈ ബിടെക്കിന് അറ്റൻഡൻസ് 90%, അതായത് 90% മോളാണെങ്കിൽ നിങ്ങൾക്ക്
ഫുൾ അറ്റൻഡൻസിന് ഒരു മാർക്ക് ഉണ്ട് നിങ്ങളുടെ ഇന്റേണൽ മാർക്സ് ഇടുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ആ മാർക്ക് ഫുള്ള് കിട്ടും. എത്ര കുറയുന്നോ അത്രയും മാർക്ക് കുറയും. അതുപോലെ തന്നെ മിനിമം 75 മാർക്കെങ്കിലും ലൈക്ക് 75% എങ്കിലും നിങ്ങൾക്ക് അറ്റൻഡൻസ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ലാസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അതിലും കുറവാണ്, 20%, 65% ഒക്കെയാണ് നിങ്ങൾക്ക് ഈ പെർസെൻറ്റേജ് ഓഫ് അറ്റൻഡൻസ് എങ്കിൽ നിങ്ങൾ മെഡിക്കലോ അങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വെക്കേണ്ട വരും ഗൈസ്. പിന്നെ മെഡിക്കലൊന്നും എല്ലാ സെമിസ്റ്ററിലൊന്നും വെക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് അറ്റൻഡൻസ് മുഖ്യം ബിഗില്. അപ്പം അറ്റൻഡൻസ് വേണം. അതുകൊണ്ട് ക്ലാസ്സിൽ കയറണം. ഇതൊക്കെ ചെയ്താൽ തന്നെ മാർക്ക് കിട്ടും. ഇപ്പം നിങ്ങൾ അത്യാവശ്യം പഠിച്ചില്ലെങ്കിൽ ഈ അസൈൻമെൻറ്റും സീരീസും പിന്നെ അറ്റൻഡൻസും ഒക്കെ കിട്ടിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഇൻറ്റേർണൽ കിട്ടും. അപ്പം തന്നെ നമുക്കൊരു 45 മാർക്ക്, ഒരു 50 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പുഷ്പം പോലെ എക്സാമിനേഷൻ പാസ്സാകും. ഏത് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ. അതുകൊണ്ടാണ് ഈ സീരീസിന് പഠിക്കണം എന്ന് പറയുന്നത്, അസൈൻമെൻറ്റ് ട്യൂട്ടോറിയൽ വെക്കണം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അറ്റൻഡൻസ് വേണം എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈ ബിടെക് പഠിക്കുന്ന സമയത്ത് ആ ആഘോഷത്തിൽ അതൊക്കെ ഇങ്ങോട്ട് മറന്നു. പിന്നെ അവസാനം ഒരു എസ്റ്റേറ്റ് ഒക്കെ എത്തുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മര്യാദയ്ക്ക് ആദ്യമേ അങ്ങോട്ട് പഠിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലെത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴേ വാർണിംഗ് തരുന്നത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇതിങ്ങനെ സ്കീമൊന്നുമില്ല. എല്ലാ 2019 or 2024 ഏത് സ്കീമിലെ ആൾക്കാരാണെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഹൗ ടു അറ്റൻഡ് യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻസ്. ഓക്കെ, പഠിപ്പിസ്റ്റുകളാണെങ്കിൽ, അതായത് പഠിക്കുക. ഇതാണ് വളരെ നല്ല കാര്യമാണ്. അത് ഞാൻ ഒബ്വിയസ്ലി നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ ഈ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പോകുന്ന ആൾക്കാരാണ്. ഇപ്പം IEEE, ISTE, NSS അങ്ങനത്തെ മുതലായ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും ക്ലാസ്സിലിരിക്കാൻ പറ്റിയെന്ന് വരില്ല, എപ്പോഴും നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് എക്സാം പാസ്സായേ പറ്റുള്ളൂ. ഈ ബാക്ക്ലോഗ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് കഴിയില്ല. ഇപ്പം 1-2 ബാക്ക്ലോഡൊക്കെ ആണെങ്കിൽ നമുക്ക് എഴുതിയെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരുപാട് ബാക്ക്ലോഡ്സ് വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ നടുവ് കൂടിയാണെങ്കിൽ ഈ സപ്ലി എക്സാമിനേഷൻ ഉണ്ടാവുക. കാരണം റെഗുലറുകാരുടെ കൂടെ തന്നെയാണ് സപ്ലിമെൻ്ററിക്കാരും എക്സാം എഴുതുക. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം ഫോർ എൻ എക്സാമ്പിൾ S6 പഠിക്കുന്ന ഒരാൾ ഇപ്പം S4 സപ്ലി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം S6ഉം S4ൻ്റെയും എക്സാം ഒരുമിച്ച് ഒരേ എല്ലാവർക്കും ഒരേ സമയത്താണ് എക്സാം നടക്കുക. അപ്പം എഴുതേണ്ടി വരും. ഇപ്പം S6ൻ്റെ എക്സാം ബുധനാഴ്ചയാണെന്ന് വിചാരിക്കാം, S4ൻ്റെ എക്സാം ചിലപ്പം വ്യാഴാഴ്ചയായിരിക്കും. അപ്പം നിങ്ങൾ എങ്ങനെ ഇരുന്ന് പഠിക്കും 5 മൊഡ്യൂളൊക്കെ? അപ്പം അത് കുറച്ച് പണിയാണ്. സോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാൻ. 5 പോയിട്ട് 1 മൊഡ്യൂൾ പോലും തീരില്ല. അപ്പം അതുകൊണ്ട് സപ്ലൈ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഭയങ്കര ബുദ്ധിശാലികളാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയില്ല. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലിമെന്ററി വരാതിരിക്കാൻ നമ്മൾ പാസ്സാവണം. പരീക്ഷ പാസ്സാവാൻ KTU വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പാസ്സാവും എന്ന് വിചാരിക്കുന്ന സബ്ജക്ട് ചിലപ്പം പൊട്ടും എന്ന് വിചാരിക്കുന്ന സബ്ജക്ട് ചിലപ്പം പാസ്സാവും. അതാണ് അവിടുത്തെ അവസ്ഥ. ഓക്കെ, അപ്പം പാസ്സാവാൻ നമ്മൾ എങ്ങനെ എക്സാം എഴുതണം എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പൊ പറയാൻ പോകുന്നത് കറക്റ്റ് ആണ്, ആക്യുറേറ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തർക്ക് ഓരോ മെത്തേഡ്സ് ആയിരിക്കും. ഞാൻ ഫോളോ ചെയ്ത മെത്തേഡാണ് ഞാൻ പറയുന്നത്. നമുക്ക് ചില സമയത്ത് എക്സാമിനേഷന് പഠിക്കാൻ പറ്റി എന്നൊന്നും വരില്ല. അതായത് ഫുള്ള് കംപ്ലീറ്റ് പഠിച്ചു പോകാനൊന്നും ചിലപ്പം പറ്റിയില്ല. 5 മൊഡ്യൂൾ കവർ ചെയ്ത് റിവിഷൻ ഒക്കെ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അങ്ങനെയാണ് ശരിക്കും പോകുന്നത്. ഇതൊക്കെ ചെയ്തിട്ടാണ് എക്സാം എഴുതേണ്ടത്. എന്നാൽ വൃത്തിക്ക് എക്സാം എഴുതാം. ചിലപ്പോൾ അതൊന്നും പറ്റിയെന്നില്ല. അപ്പം അങ്ങനത്തെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് പറയുന്നത്. ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പം എക്സാം പാറ്റേൺ പറഞ്ഞു മൊഡ്യൂൾസ് ഡിവൈഡ് ചെയ്തത് എങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ 1 ഇപ്പം നമുക്ക് പാർട്ട് എയും പാർട്ട് ബിയും എഴുതണം. എന്തായാലും ഒന്നെങ്കിൽ പാർട്ട് ബിയിൽ 5 മൊഡ്യൂൾ എഴുതാൻ പറ്റും. 5 മൊഡ്യൂളും കംപ്ലീറ്റ് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പാർട്ട് എ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്തായാലും നമ്മളൊരു മൊഡ്യൂളൊക്കെ പഠിക്കാൻ പറ്റും. മൊഡ്യൂൾ 5 ഒക്കെ ചിലപ്പോൾ ഏതെങ്കിലും മൊഡ്യൂൾ 5 ഒന്നും സാധാരണഗതിയിലും പഠിച്ചൊന്നും പോകില്ല. പക്ഷേ മൊഡ്യൂൾ 5 ആണ് പഠിച്ചിട്ട് പോകേണ്ടത്. അപ്പോൾ ഒരു മൊഡ്യൂൾ നമ്മൾ എന്തായാലും മിസ് ചെയ്യും. അപ്പം അത് നമുക്ക് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, കവറപ്പ് ചെയ്യണം. അപ്പം എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിന് പാസ്സാവാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയാം. ഫസ്റ്റ് പാർട്ട് എ. പാർട്ടിൽ ഞാൻ പറഞ്ഞു 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ 10 ക്വസ്റ്റ്യനിൽ 5 മൊഡ്യൂൾ ആയിരിക്കും ക്വസ്റ്റ്യൻസ് 2 വെച്ച് വരും. അപ്പം നിങ്ങളുടെ ഓരോ മൊഡ്യൂളിൽ നിന്നും നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ വെച്ച് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സപ്പോസ് നിങ്ങൾ ഒരു മൊഡ്യൂൾ പഠിച്ചില്ല എന്ന് വിചാരിക്കുക. ആ മൊഡ്യൂളിന്റെ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതുക. പിന്നെ ഈ പാർട്ടിയിൽ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരിക. ഞാൻ പറഞ്ഞു ഈ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അതൊക്കെ നമ്മൾ എത്ര ഒരു മൊഡ്യൂൾ പഠിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് ഇപ്പം
നിങ്ങൾക്ക് മൊഡ്യൂൾ 5 ഫുള്ള് ഇപ്പം ഒരു മൊഡ്യൂൾ 5 ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുമ്പേ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് നടക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തലയിൽ കയറുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് എഴുതി വെച്ചാലും മതി. ഒരു 1/2 മാർക്കൊക്കെ കിട്ടും. ഓക്കെ, അവർ 1 മാർക്കൊക്കെ കിട്ടും, ദയൊക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ കിട്ടും. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മൊഡ്യൂളിനും ഒരു ക്വസ്റ്റ്യൻ വെച്ചെങ്കിൽ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3-4 മൊഡ്യൂൾ പഠിച്ചു പോവുക. ആ 4 മൊഡ്യൂളിലെയും ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി പാർട്ട് ബിയിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്. നിങ്ങൾ പഠിച്ചതിൽ ഇപ്പോൾ ഒരു മൊഡ്യൂളിൽ 2 സെക്ഷനുണ്ട്, ഒരു സെക്ഷനെങ്കിലും പഠിച്ചിട്ട് പോവുക. ഒരു സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മൊഡ്യൂളിൽ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ഓറിൽ വന്നിട്ടുണ്ടാവും, അത് ആൻസർ ചെയ്താൽ മതി. ഇനി ചില സമയത്ത് ഒരു അവസ്ഥയുണ്ട്, അതായത് ഇപ്പം ചിലർക്കുണ്ടാവും പ്രോബ്ലമിസ്റ്റിക് പാർട്ട് ഉണ്ടാവും. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ പ്രോബ്ലമിസ്റ്റിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അല്ലാ തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒരു മൊഡ്യൂളിൽ തന്നെ. ചില സമയങ്ങളിൽ ഇവർ ഒരു മൊഡ്യൂളിൽ ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം, ഒരു ക്വസ്റ്റ്യൻ തിയറി തരും. അപ്പം തിയറി അറിയാവുന്നവർക്ക് തിയറി ചെയ്താൽ, പ്രോബ്ലം അറിയാവുന്നവർക്ക് പ്രോബ്ലം ചെയ്താൽ. ചില സമയത്ത് ഇവർക്ക് വേറൊരു ട്വിസ്റ്റ് പരിപാടി ഉണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ 2 തിയറി ഇടും, അല്ലെങ്കിൽ 2 പ്രോബ്ലം ഇടും. അപ്പം നിങ്ങൾ പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിസ്ക് എടുക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു 3 മൊഡ്യൂളോ 4 മൊഡ്യൂളെങ്കിലും പഠിച്ചിട്ട് പോവുക. ഇനി നിങ്ങൾ 5 മൊഡ്യൂൾ നോക്കുമെന്ന് തീരുമാനിച്ച ആൾക്കാരാണെങ്കിൽ, പക്ഷേ സമയമില്ലെങ്കിൽ ഓരോ മൊഡ്യൂളിലെ ഒരു സെക്ഷൻ വൈസ് ഏതെങ്കിലും ഒരു സെക്ഷനെങ്കിലും പഠിച്ചിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മാർക്സ് കിട്ടുന്നതായിരിക്കും, അതിനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഇനി മൊഡ്യൂളൊന്നും പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മൊത്തം എടുക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫ്രീക്വന്റ്ലി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ 24 സ്കീമുകാർക്ക് എനിക്കൊന്നും പറയാനില്ല, കാരണം 24 സ്കീമുകളുടെ കുറേ സബ്ജക്ട്സ് കോഴ്സസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ ക്വസ്റ്റ്യൻ ബാങ്കോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ ഒന്നും ഉണ്ടാവില്ല. ഐ നോ ദാറ്റ്, ഐ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് അപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ 2019 സ്കീമുകാർക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. ഒരു വഴിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വയ്ക്കുക, വായിക്കുക, ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. എന്തായാലും എങ്ങനെ പോയാലും എന്നുവെച്ചാൽ കഴിഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വായിച്ചിട്ട് ഈക്വലും പോയി കഴിഞ്ഞാൽ ആൻസർ ചെയ്താൽ കേട്ടോ. കുറച്ച് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെയാണ് എടുത്തിട്ട് റെഫർ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു 2019 തുടങ്ങിയ സമയം മുതൽ ഇപ്പം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഇരുന്നിട്ട് സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസും അല്ലാതെ റെഗുലർ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസും ഒക്കെ എടുത്തിട്ട് അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് റെഫർ ചെയ്തിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് പാസ്സാവാനുള്ള വക അതിൽ കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എഴുതേണ്ടത്. പിന്നെ നിങ്ങളൊരു എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ആദ്യം പോയിട്ട് എഴുതേണ്ടത്. അറിയാവുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പം നിങ്ങൾക്ക് ഒരു മൊഡ്യൂളിൽ തന്നെ 2 ഓറിന്റെ ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആദ്യം എഴുതി വെക്കുക. എന്നിട്ട് അവസാനം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാം എന്ന് തോന്നുന്നൊരു, അപ്പം മൊഡ്യൂൾ 1 തന്നെ A പാർട്ടും B പാർട്ടും അറിയെങ്കിൽ എനിക്ക് A ആണ് കുറച്ചുകൂടെ കൂടുതൽ അറിയെങ്കിൽ A എഴുതുക. എന്നിട്ട് B പാർട്ടിൽ വന്നിട്ട് Bയും വേണേൽ എഴുതി വെച്ചോ. കാരണം ചില സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ തെറ്റുണ്ടാകും. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ തെറ്റുള്ള ഭാഗം എഴുതിയ ആൾക്കാർക്ക് മാർക്ക് തരും. ഓക്കെ, ദയുള്ള ആൾക്കാരാണെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ മാർക്ക് കിട്ടും. അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ എഞ്ചിനീയറിംഗിൽ വേറെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയഗ്രാംസ്. സോ ചില കാര്യങ്ങൾക്കൊക്കെ ഡയഗ്രാംസ് ഉണ്ടാകും, ഫ്ലോ ചാർട്ട്സ് ഉണ്ടാകും, ബ്ലോക്ക് ഡയഗ്രാംസ് ഉണ്ടാകും. നമ്മളിപ്പോൾ തിയറി എഴുതുവാണെങ്കിലും അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് ഒരു റെപ്രസെൻറ്റേഷൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് നല്ലപോലെ കിട്ടും. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് ഡയഗ്രാംസ് വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ മാക്സിമം ഡയഗ്രാംസ് വരച്ചുകൊണ്ട് എഴുതുക. ഓക്കെ, പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഇരുന്ന് വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പറ്റുവാണെങ്കിൽ ഇരുന്ന് തന്നെ വായിക്കണം ടെക്സ്റ്റ് ബുക്ക്. പക്ഷേ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ സമയമില്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്കിലെ സെയിം കണ്ടന്റ്സ് തന്നെയാണ് പല വെബ്സൈറ്റ്സിലും എന്തായിട്ട് കൊടുത്തിരിക്കുന്നത്, ലൈക്ക് PDF നോട്ട്സ്, ഷോർട്ട് നോട്ട്സ് ആക്കി കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില ഇപ്പം ഇലക്ടീവ്സിനൊന്നും നോട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പം ഇങ്ങനത്തെ വെബ്സൈറ്റ്സിലൊക്കെ KTU സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർ ഡെഡിക്കേറ്റ് ആയിട്ട് ഈ ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്തിട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ആ നോട്ട്സ് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. എല്ലാം ഒന്നും ആരും പഠിപ്പിക്കാൻ പോകില്ല. സത്യം പറയുകയാണെങ്കിൽ കുറേ ഒന്നും എന്നുവെച്ചാൽ നമ്മൾ പണ്ടത്തെ പോലെ സ്പൂൺ ഫീഡ് ചെയ്യാനൊന്നും ആരുമില്ല. എല്ലാം നമ്മൾ സ്വന്തം തന്നെയാണ് മൊത്തം. പരീക്ഷയ്ക്കും നമ്മൾ തന്നെയാണ് പഠിക്കുന്നത്, ശരിക്കും നമ്മൾ തന്നെയാണ് പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചില സാധനമൊന്നും കോളേജിൽ നിന്നൊന്നും മനസ്സിലാവാനൊന്നും പോകുന്നില്ല പഠിപ്പിക്കുന്നത്, സീരിയസ്ലി മനസ്സിലാവാൻ പോകുന്നില്ല. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ യൂട്യൂബ് ചാനലുണ്ട്. ചിലപ്പം അതായത് നിങ്ങൾ KTUലെ തന്നെ സിലബസ് അനുസരിച്ച് പഠിപ്പിക്കണമെന്ന് നോക്കിയാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷേ നിങ്ങളൊരു ടോപ്പിക് അടിച്ചു കൊടുത്താൽ ലൈക്ക് യൂട്യൂബ് ചാനൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ റിസോഴ്സ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ തിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യും. ഇപ്പം ബയോ ഇൻഫർമാറ്റിക്സ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ലൈക്ക് കോഴ്സ് എടുത്ത ആൾക്കാർക്ക് അറിയാം, ബയോ ഇൻഫർമാറ്റിക്സിന് നോട്ട്സ് ഒന്നും അവൈലബിൾ ഒന്നല്ല എവിടെയും. അപ്പം നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് ചാനൽ കയറിയിട്ട് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ക്രോമസോംസിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസിനെ കുറിച്ചോ ഒക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് ഏതെങ്കിലും യൂട്യൂബ് ചാനൽ പ്രോട്ടീൻ സിന്തസിസ് അടിച്ചാൽ തന്നെ അതിൽ വരും എങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നത്. അപ്പം അങ്ങനെയൊക്കെ നോക്കി പഠിക്കുക. ഇങ്ങനത്തെ രീതിയിലൊക്കെയാണ് നമ്മൾ എക്സാമിന് പഠിക്കാൻ നിൽക്കുന്നത്. പിന്നെ കുറച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്ട്സിന്റെ യൂട്യൂബ് ചാനൽ ആവശ്യമാണെങ്കിൽ, അതായത് നന്നായി പഠിപ്പിക്കുന്ന, ഇപ്പം എനിക്കറിയാലോ ഏതൊക്കെ യൂട്യൂബ് ചാനൽസ് ആണ് നല്ല രീതിയിൽ പഠിപ്പിക്കുന്നത്, ബിക്കോസ് ഞാൻ ഇത് കഴിഞ്ഞ് വന്ന ആളായതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ അതിന്റെ ലിങ്കോ അല്ലെ എവിടെ നിന്ന് കിട്ടുന്നോ ചാനലിന്റെ പേരോ എന്തെങ്കിലും ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പം നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വരീസോ ഉണ്ടെങ്കിൽ
ചോദിച്ചാൽ മതി. ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് ടു യു ഗൈസ്. ആൻഡ് പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ബിടെക് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു 7 എങ്കിലും CGPA വേണം. എല്ലാ കമ്പനീസും 7 എങ്കിലും, മോസ്റ്റ് പ്രോബബ്ലി കമ്പനീസ് ഒക്കെ 7 മുകളിൽ CGPA ആൾക്കാരെയാണ് കുറച്ചുകൂടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 7 മുകളിലെങ്കിലും ഇറങ്ങുമ്പോൾ CGPA വേണം. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടി തന്നെ പഠിക്കണം. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്, ഹൗ ടു ലേൺ ആൻഡ് വൈ ടു ലേൺ. ഓക്കെ, ഇത് നമ്മൾ ബിടെക് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിടെക് കഴിഞ്ഞിട്ട് എന്താണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നതാണ്. എന്തിനാണ് നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്? ഇപ്പോൾ ചിലർ അറിയായിരിക്കും എഞ്ചിനീയറാണ് എന്ന് പറഞ്ഞ് നടക്കാനാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാകാം. പിന്നെ എഞ്ചിനീയറിംഗ് എങ്ങനെയോ അവിടെ വന്ന് പെട്ടുപോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ടാകും. കുറേ ആൾക്കാർ മെഡിസിനൊക്കെ പഠിച്ച് ബയോളജി സയൻസ് ഒക്കെ പഠിച്ച് മെഡിസിന് കിട്ടാതെ എഞ്ചിനീയറിംഗിന് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറേ പേരുണ്ട്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറയാം, ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എന്താണ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എഞ്ചിനീയറിംഗ് കയറാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മളൊരു എഞ്ചിനീയർ ആവേണ്ടതിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി, ബാച്ചുലേഴ്സ് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത് നമ്മൾ പഠിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാവി തലമുറ എന്ന് പറയുന്നത് നമ്മളാണ്. ഇപ്പോഴത്തെ യൂത്ത് എന്ന് പറയുന്നത് നമ്മളാണ് ഈ പറഞ്ഞിരിക്കുന്ന വേൾഡിന് ഇനി പുതിയ ഓരോ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കുന്നതും എക്സ്പ്ലോർ ചെയ്യേണ്ടതും ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യേണ്ട ആൾക്കാർ നമ്മളാണ്. നമ്മൾ ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതും ഇന്നീ കാര്യങ്ങൾക്കൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് നമ്മുടെ വേൾഡിന് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഡിഗ്രി എടുക്കേണ്ടത്. ഒബ്വിയസ്ലി നമ്മൾ എടുക്കേണ്ടത് അതിനാണ്. ഓക്കെ, പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഇഷ്ടപ്പെട്ടിട്ടല്ല എഞ്ചിനീയറിംഗിന് വരുന്നത്. ഈ ഞാനടക്കം ഇഷ്ടപ്പെട്ടിട്ടല്ല എഞ്ചിനീയറിംഗിന് വന്നത്. അപ്പം ഇങ്ങനെ വരുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ വരുന്ന സമയത്ത് ഒരു കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എടുക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ +2 വരെ ബയോളജി സയൻസ് പഠിച്ചു, MBBS റിപ്പീറ്റ് ചെയ്യാൻ പോയി, കിട്ടിയില്ല, തിരിച്ച് നിങ്ങൾ ഇവിടെ വന്നു ബിടെക് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബിടെക് എടുത്ത കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ വരുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പ്രീ റിക്വസിറ്റ്സോ അല്ലെങ്കിൽ നോളജ് ഒന്നും കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ടില്ല. നിങ്ങളെല്ലാം ഫ്രം ദ സ്ക്രാച്ച് ആണ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഒരു കമ്പ്യൂട്ടർ സയൻസ് +2 പഠിച്ച് വന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ കമ്പ്യൂട്ടറുമായിട്ട് കുറച്ചുകൂടെ അവർക്കൊരു എന്താ പറയുക, അവർ കുറച്ചുകൂടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചും ഈ പറഞ്ഞിരിക്കുന്ന വെബ് ടെക്നോളജീസിനെ കുറിച്ചൊക്കെ കുറച്ചൊരു ധാരണയുള്ള ആൾക്കാരാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ധാരണയുള്ള ആൾക്കാരില്ല. ഞാൻ ബയോളജി സയൻസ് എടുത്ത് വന്ന ആളാണ്, അതുകൊണ്ടാണ് പറയുന്നത് ധാരണയുള്ള ആൾക്കാരില്ല. അപ്പം ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് നിങ്ങൾ ഇഷ്ടത്തോടു കൂടി ഇഷ്ടമല്ലാണോ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് വന്നെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കും. സീരിയസ്ലി ഞാൻ പറയുകയാണ്, ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നിങ്ങൾ വൃത്തിക്ക് പഠിക്കണം, ഫസ്റ്റ് ഇയറിൽ പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള സെമസ്റ്ററിൽ ലാബ് എക്സാംസ് അതേപോലെ തന്നെ സെമസ്റ്റർ എക്സാംസ് ഒക്കെ വൃത്തിക്ക് മനസ്സിലാക്കി പഠിച്ച് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അല്ല വെറുതെ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചു പോകാനാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. പക്ഷെ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഈ 4th ഇയർ വരെ നമുക്ക് അതിന്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് സീരിയസ്നെസ് മനസ്സിലാവുന്ന ഒരു സമയം എന്ന് പറയുന്നത് ലാബ് എക്സാമിന് നമുക്കൊരു പ്രോഗ്രാമിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിംഗ് ബേസിക്സ് ഇല്ലെങ്കിൽ ഒന്നും എഴുതാൻ പറ്റത്തില്ല. നമുക്ക് പഠിച്ച് നമ്മൾ പ്രോഗ്രാം ഈ ലാബ് റെക്കോർഡിൽ എഴുതിയ സാധനം ബൈ ഹാർട്ട് പഠിച്ചു വന്നിട്ട് എഴുതാന്നല്ല, അതിന് പുറത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. അപ്പം അതൊരു ഭയങ്കര അന്നേരം നമ്മളിങ്ങനെ റിയാലിറ്റി ഹിറ്റ് ചെയ്യാന്നൊക്കെ പറയില്ല. അപ്പൊ നമ്മളിങ്ങനെ ഇരിക്കും, ഈശ്വരൻ ഒന്നും അറിയില്ലല്ലോ. പക്ഷെ അത് നമ്മളൊരു 4th ഇയർ ആ എക്സാം കഴിഞ്ഞാൽ അത് പോയി തീർന്നു എന്നൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷെ അത് റിയലി ഹിറ്റ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിടെക് കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പ്രോഗ്രാം നിങ്ങൾക്ക് എത്ര മാർക്ക്, ഇതാണ് ഞാൻ പറയാൻ വരുന്ന ഒരു കാര്യം. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന S വാങ്ങിച്ചോ, A+ വാങ്ങിച്ചോ, B വാങ്ങിച്ചോ, B+ വാങ്ങിച്ചോ ഒന്നും ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് എടുക്കുക, എന്നാലും ഞാൻ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ആരും ചോദിക്കാൻ പോകും. ഞാൻ പറഞ്ഞ പോലെ ഒരു 7 CGPA ഉണ്ടെങ്കിൽ തന്നെ ജോബ് ഇന്റർവ്യൂസിനൊക്കെ വിളിക്കും. പക്ഷെ പ്രശ്നം വരാൻ പോകുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഒരു പ്രോഗ്രാം എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയില്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു റിയൽ ടൈം എക്സാമ്പിൾ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പഠിച്ച കാര്യവുമായിട്ട് അത് നമുക്ക് റിലേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒരു തെങ്ങി നമുക്ക് അറിയില്ല ഗൈസ്. അപ്പം അന്നേരം നമ്മളിങ്ങനെ നോക്കിയിരിക്കും. അപ്പം നമ്മൾ പുതിയൊരു കോഴ്സിന് പോകും, നമുക്കൊരു പ്ലേസ്മെന്റ് എടുത്തില്ല, കോഴ്സിന് പോകും, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിടെക് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരാളാണ് ഞാൻ. അപ്പം നമ്മുടെ കൂടെയുള്ള ആൾക്കാരായാലും നമ്മളായാലും ചെയ്തു പോയ തെറ്റുകളാണല്ലോ നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞ ആൾക്കാരടുത്ത് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പറയാണ്, അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലും ഫസ്റ്റ് പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ ആ പ്രോഗ്രാമിംഗ് വൃത്തിക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് ആയിക്കോട്ടെ, ഏത് ബ്രാഞ്ച് ആയിക്കോട്ടെ, നിങ്ങൾ പ്രോഗ്രാമിംഗ് കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഫസ്റ്റ് ഇയറിൽ ഈ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ സയൻസുകാരുടെ പ്രത്യേകം ഈ ബയോളജി എടുത്ത് പിന്നെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് ചാടുന്ന ആൾക്കാരാണെങ്കിൽ അറിഞ്ഞേ പറ്റുള്ളൂ. ഓക്കെ, 2 എന്തുകൊണ്ടാണ് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്നൊക്കെ പറയുന്നത്, എന്തുകൊണ്ട് ടീച്ചേഴ്സ് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അറിയാം എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കുന്ന ആൾക്കാരാണ് അല്ലേ. എക്സാം കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞ് നമ്മളെ തലേന്ന് അത് പോയി, പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അതിപ്പം അതങ്ങനെയാണ്, നമ്മുടെ ഒക്കെ ബ്രെയിൻ അങ്ങനെയാണ്, അങ്ങനെ യൂസ്ഡ് ആയി. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല.
നമുക്ക് നമ്മൾ പഠിച്ച സാധനം നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ട പോലെ വരും, യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ നമ്മൾ പഠിക്കുന്നത് പോലെയല്ല ഒരിക്കലും നമ്മളൊരു കമ്പനി കയറി കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ഒന്നല്ല വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വർക്കിംഗ് എൻവയോൺമെന്റ് അങ്ങനെയല്ല, എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസും ഫ്രെയിം വർക്ക്സ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ ഇതിലൊക്കെ ഉള്ള ഈ പറഞ്ഞ കോർ സാധനം സെയിം ആണ്. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലാക്കിയാണ് പഠിക്കുന്നതെങ്കിൽ. അതുകൊണ്ടാണ് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിന് ഇത്ര ഇമ്പോർട്ടൻസ് വന്നത്. ഇനി എന്തിനു പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടേണ്ടത് വേറെ നിങ്ങളെ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമല്ല, ഫ്രണ്ട്സിന്റെ ഉത്തരവാദിത്തമല്ല, നമ്മളെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് മനസ്സിലാവാൻ പോകുന്നത് ബിടെക് കഴിഞ്ഞ് ഒരു 5-6 മാസം വെറുതെ വീട്ടിലിരിക്കണം. അപ്പോഴത്തേക്ക് നാട്ടുകാരൊക്കെ ചോദിക്കാൻ നമുക്ക് ജോലിയായില്ലേ. ഒരുപാട് ഇന്റർവ്യൂസ് നമ്മൾ അറ്റൻഡ് ചെയ്യും. അപ്പം നമ്മൾ മനസ്സിലാക്കും നമ്മളൊക്കെ ലെവൽ ഏത് അവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങും. ഒരുപാട് ഇന്റർവ്യൂസിന് നമ്മൾ റെസ്യൂം അയക്കും കിട്ടൂല, കുറെ എക്സാം ഏതും കിട്ടൂല. എന്നാണ് മനസ്സിലാക്കുക നമുക്ക് എത്ര സ്കില്ലുണ്ട്, നമ്മൾ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നമ്മൾ എവിടെയാണ് പെട്ടുപോയത്, അന്ന് പഠിച്ചാൽ മതിയായിരുന്നു, അന്ന് മര്യാദയ്ക്ക് ടീച്ചേഴ്സ് പഠിപ്പിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്നതാണ്. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് സ്പൂൺ ഫീഡിങ്ങേ ഇല്ല. ബിടെക് എന്നല്ല, നിങ്ങൾ ഡിഗ്രി പഠിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് സ്പൂൺ ഫീഡിങ് ഇല്ല. ഒക്കെ നമ്മൾ സ്വന്തമാണ് പഠിക്കാൻ പോകുന്നത്, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് പഠിക്കണോ വേണ്ടിയോ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. ഗിവ് ടൈം ഫോർ. നിങ്ങൾക്ക് ആസ്വദിക്കേണ്ട സമയത്ത് ആസ്വദിക്കണം, പോകേണ്ട സമയത്ത് എന്താ പറയുക പോകണം, എൻജോയ് ചെയ്യുന്ന സമയത്ത് എൻജോയ് ചെയ്യണം. പക്ഷെ അറ്റ്ലാസ്റ്റ് പരീക്ഷ വരുന്ന സമയത്ത് അടച്ചിരുന്ന് പഠിക്കണം. പഠിച്ചേ പറ്റും, പാസ്സാവാം. കുറേ മാർക്സ് ഉണ്ടാക്കണം ഞാൻ പറഞ്ഞില്ല, പാസ്സാവാം. പിന്നെ പാസ്സായത് കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നില്ല, നിങ്ങൾക്ക് സ്കില്ല് വേണം. അപ്പം ഇപ്പൊ നമ്മുടെ ബിടെക് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ എടുത്തൊരു മിക്സ് ആക്കിയിട്ട് ഇങ്ങോട്ട് തരും. ഇതാണിത്. ഇപ്പൊ ഞങ്ങൾ ജാവ പഠിക്കണേ, പഠിച്ചു, ഇത് പഠിച്ചു, പക്ഷെ എന്തെങ്കിലും പഠിച്ചു, അതാണ് അവസ്ഥ. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് എന്തെങ്കിലും ഒരു സ്കില്ല് അറിയണം. അപ്പോൾ നിങ്ങളിപ്പം IEEE, ISE മുതലായ എന്തെങ്കിലുമൊക്കെ ഇതിൽ കയറിയിട്ട് ലൈക്ക് ഓർഗനൈസേഷൻസ് കയറിയിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രോജക്ട്സ് ഉണ്ടാവും, നിങ്ങൾക്ക് കുറേ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ കേൾക്കാനും അവസരമുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രോഗ്രാമിംഗ് ആണ്. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ പ്രോഗ്രാമിംഗ് സ്കിൽസ് ഉണ്ടാക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വയം എന്ന് പറയുന്നൊരു ഗവൺമെന്റ് പോർട്ടൽ ഉണ്ട്, AICTE പോർട്ടൽസ് ഉണ്ട്, കോച്ച് അതുപോലെ കോച്ച് എന്നൊക്കെ പറയുന്ന ഹാക്ക് റാങ്ക്, അങ്ങനത്തെ കുറേ കോഡിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഒക്കെ ചെയ്യാം, നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതേപോലെ ഓർഗനൈസേഷൻസിലൊക്കെ നിൽക്കുക. പഠിത്തം മാത്രമല്ല, ഓർഗനൈസേഷൻസ് നിൽക്കണം. അത് ഇപ്പം വേറെ ഡിഗ്രി ഒക്കെ എടുക്കുകയാണെങ്കിൽ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് എടുക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഈ ഓർഗനൈസേഷൻസിലൊക്കെ നിൽക്കുമ്പോഴാണ് ആൾക്കാരുമായിട്ട് നമുക്ക് കുറച്ചുകൂടെ മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുക പറ്റുക. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം കുറേ കമ്പനീസിൽ വലിയ പോസ്റ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാരോട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനൊക്കെ അവസരങ്ങൾ കിട്ടും. നമ്മുടെ ഡെവലപ്മെന്റിന് ഭയങ്കരമായിട്ട് നന്നായിരിക്കും. ഓക്കെ, അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് പഠിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഓക്കെ ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും കോഴ്സിന്റെ പോർട്ടൽസ് അറിയണമെങ്കിൽ, എസ്പെഷ്യലി കുറച്ച് കൂടുതൽ അറിയാം കമ്പ്യൂട്ടർ സയൻസ് ടോപ്പിക്സ് ആണ്. അപ്പം നിങ്ങൾക്ക് വേറെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഈ പറഞ്ഞ ഇന്റേൺഷിപ്പ് പോർട്ടൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സസ് കോഴ്സസ് ഒക്കെ കിട്ടുന്ന ഏതെങ്കിലും പോർട്ടൽസ്, വെബ്സൈറ്റ്സ് ഏതൊക്കെയാണ്, നല്ല കണ്ടന്റ്സ് കിട്ടുന്നത് ഏതൊക്കെ ഇതിലാണ്, ഏത് ഓർഗനൈസേഷൻസിൽ ചേർന്ന് കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ എന്താ പറയുക എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന നമ്മൾ ഈ അപ്പാർട്ട് ഫ്രം ദ കരിക്കുലം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കമന്റ് ബോക്സ് പറഞ്ഞാൽ മതി. ഐ എം ഹിയർ ടു ഹെൽപ്പ് യു ഗൈസ്. ഞാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം 100% ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. പക്ഷേ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ഇടണം, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ഇടുകയാണെങ്കിൽ ഞാൻ ഇതിനൊക്കെ ഉത്തരം തരുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ബിടെക് പഠിച്ചു കഴിഞ്ഞാൽ അപ്പാർട്ട് ഫ്രം കരിക്കുലം കരിക്കുലർ ആക്ടിവിറ്റീസിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്യാം. അടിപൊളി കോമഡി വീഡിയോ ആയിരിക്കും അത്. പക്ഷേ കോമഡി ഞാൻ ലൈക്ക് എക്സ്പീരിയൻസസ് ആണ് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കമന്റ് ഇടുക. ഞാൻ ചെയ്യാം. കമന്റ് ഇടണം, എന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഒരു താങ്ക്സ് കൂടെ പറയാനുണ്ട്. ഞാനൊരു 34 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിരുന്നു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം എനിക്കൊരു 64 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. വളരെ കുറച്ചാണ് എന്ന് ആൾക്കാർ പറയുമെങ്കിലും ഫോർ മീ ഇറ്റ്സ് ഭയങ്കരമാണ്. ഞാൻ 2-3 ആൾക്കാർ കാണുമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പം എനിക്ക് 64 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. കാരണം ഞാൻ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നു. ഒരു 64 ആൾക്കാർക്കെങ്കിലും ഒരു ഇൻഫർമേഷൻസ് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. സോ ഇഫ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും ക്വരീസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോ ഇടാം. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.